പേരക്കുട്ടിയുടെ ആഗ്രഹത്തിന് ലവ് ബേർഡ്സിനെ വാങ്ങി കൂടുമായി കർണാടക RTC ബസ്സിൽ കയറിയതാണ് മുത്തശ്ശിയും ഒരു പേരക്കുട്ടിയും. വനിതകൾക്കായുള്ള സർക്കാർ പദ്ധതി പ്രകാരം 2 പേർക്കും ഫ്രീ ടിക്കറ്റ് ഒക്കെയാണ്. എന്നിട്ടും 444 രൂപ ഈ ചെറിയ ദൂരത്തിന് അവർക്ക് നൽകേണ്ടി വന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്. അപ്പോൾ എന്താണ് കാരണമെന്നാകും സംശയിക്കുക. കാരണം 2 പേർക്കും ഫ്രീ ടിക്കറ്റ് ഒക്കെ തന്നെയാണല്ലോ. എന്നിട്ടും എന്തിനാണ് ഈ 444 രൂപ കൊടുത്തത് എന്ന് KB ശ്രീധരൻ നമുക്ക് പറഞ്ഞു തരും. ശ്രീധര, 2 പേർക്ക് ഫ്രീ ടിക്കറ്റ് ആണ്. അങ്ങനെയെങ്കിൽ പണി പറ്റിച്ചത് കൂടെയുള്ള ലവ് ബേർഡ്സ് ആയിരിക്കും. എന്നാലും എന്താണ് ഇത്രയും വലിയ രൂപ കൊടുക്കേണ്ടി വന്നത്? പൂജ, അതിൽ ചിത്രത്തിൽ കാണാൻ 4 ലവ് ബേർഡ്സ് ഉണ്ട്. അതിൽ 4 ലവ് ബേർഡ്സിനും കൂടിയാണ് ഈ ഒരു ടിക്കറ്റ് ചുമത്തിയിരിക്കുന്നത്. അതായത് ഒരു ലവ് ബേർഡ്സിന് 111 രൂപ നിരക്കിൽ 4 എണ്ണത്തിന് 444 രൂപ കർണാടക RTC ഈടാക്കിയിരിക്കുകയാണ്. ആദ്യം നമുക്കത് കേൾക്കുമ്പോൾ തോന്നും ഇതിനൊക്കെ ഇങ്ങനെ വലിയ ചാർജ് ഈടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നിയമപ്രകാരം ഈ ലഗേജ് വകുപ്പിലാണ് ഈ 4 കൂടുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ മിനിമം ചാർജ് മാത്രമാണ് ഈടാക്കിയിരിക്കുന്നത്. അതായത് ഒരു ഹാഫ് ടിക്കറ്റിൻ്റെ ചാർജാണ് ഈടാക്കിയിരിക്കുന്നത്. ബാംഗ്ലൂരുവിൽ നിന്ന് മൈസൂരുവിലേക്കാണ് ഈ മുത്തശ്ശിയും കൊച്ചുമകളും യാത്ര ചെയ്തത്. ഏറ്റവും നമുക്ക് അതിൽ കൗതുകരമായിട്ടുള്ള കാര്യം, കർണാടകയിൽ വനിതകൾക്ക് ശക്തി പദ്ധതി എന്നുള്ള പദ്ധതി പ്രകാരം സൗജന്യ യാത്രയാണ്. അതായത് ഒരു വശത്തിരിക്കുന്ന മുത്തശ്ശിക്കും മറുവശത്തിരിക്കുന്ന കൊച്ചുമകൾക്കും സൗജന്യ യാത്ര. ഒപ്പം പക്ഷേ ഈ നടുവിലിരിക്കുന്ന ലവ് ബേർഡ്സിനാണ് ഈ 444 ഈടാക്കേണ്ടി വന്നത്. ശരി, എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ആ ലവ് ബേർഡ്സിനാണ് 444 രൂപ ഈടാക്കേണ്ടി വന്നത്.